എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആനി ഫോൺ വിളിച്ച് കഴിയുമ്പോഴേക്കും റൂമിലേക്ക് അവന്തിക വരുവാണ്. അവന്തിക വന്നിട്ട് അവന്തിക മേടിച്ച ഡ്രസ്സ് അനിക്ക് കൊടുക്കുന്നു. അനി അത് തുറന്നു നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് എന്നൊക്കെ പറയുമ്പം എങ്കിൽ അനിയേട്ടൻ നാളെ ഈ ഡ്രസ്സ് ഇടണം എന്ന് പറയും. അതൊക്കെ എനിക്ക് ആകെ ടെൻഷനാകും. അനി അയ്യോ മോളെ അത് പറ്റിയല്ല, എനിക്കിടാൻ വേണ്ടി ഒരു ഡ്രസ്സ് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ, അത് വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇടാലോ, നാളെ ഇത് തന്നെ അനിയേട്ടൻ ഇടണം. അനിയേട്ടൻ ഇത് ഇട്ടില്ലെങ്കിൽ എന്നോട് ഒട്ടും സ്നേഹമില്ല എന്ന് ഞാൻ കരുതും. എന്നിട്ട് ഞാനിത് മുത്തശ്ശനോടും അമ്മായിയോടും ഒക്കെ പോയി പറയും എന്നൊക്കെ പറയുവാണ്. അന്നേരം അനു പറയും, വേണ്ട, അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട മോളെ, എനിക്ക് വേറൊരു ഡ്രസ്സ് എടുത്ത് വെച്ചു പോയി, അതുകൊണ്ടാണ് ഇത് ഞാൻ വേറൊരു ദിവസം ഇട്ടാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ പറ്റിയല്ല, നാളെ തന്നെ ഇടണം എന്ന് പറയുവാണേ. എന്നിട്ടും അനു പറയും, ഇതിനി എനിക്ക് പാകമാണോ എന്ന് അറിയത്തില്ലല്ലോ, ഇനിയിപ്പം ലൂസാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പം 42 ആണോ സൈസ് എന്ന് ചോദിക്കും. അന്നേരം അനു പറയുന്നുണ്ട് 42 സൈസ്, പക്ഷെ ചില ഡ്രസ്സ് 42 ഇട്ട് കഴിഞ്ഞാലും എനിക്ക് ലൂസ് ആവാറുണ്ട് എന്ന് പറയുമ്പം അവന്തിക പറയുവാണ്, ലൂസ് ആണെങ്കിലും കുഴപ്പമില്ല, ടൈറ്റ് ആയാലേ പ്രശ്നമുള്ളൂ, അതുകൊണ്ട് നാളെ ഇത് തന്നെ ഇടണം, ഞാൻ ഇതിട്ടുകൊണ്ട് അനിയേട്ടൻ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കും, അല്ലെങ്കിൽ ഞാൻ പിണങ്ങും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോവാണ്. അന്നേരം പോയി കഴിയുമ്പോൾ ആകെ വിഷമം എനിക്ക്, ഇനി എന്ത് ചെയ്യും, നന്ദു പറഞ്ഞ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നന്ദു പിണങ്ങില്ലേ എന്നോർത്ത് ആകെ ടെൻഷനായിട്ട് നന്ദുവിനെ വിളിക്കുന്നു. ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ അന്നത്തെ പോലെ തന്നെ നന്ദു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്, ഫോൺ എടുക്കുന്നില്ല. ആകെ സങ്കടമാകുന്നു എനിക്ക്, ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. മുത്തശ്ശി പോകാൻ വേണ്ടി റെഡിയായി. അന്നേരം മുത്തശ്ശനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വീഡിയോ കോളിൻ്റെ കാര്യം. അവിടെ ചെന്ന് കഴിഞ്ഞ് തിരക്കൊക്കെ ആകുമ്പം വീഡിയോ കോൾ വിളിക്കാൻ മറന്നു പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശി, ഈ വയസ്സാങ്കാലത്ത് എന്നെ ഇട്ട് കഷ്ടപ്പെടുത്തുമോ, അവിടെ ചെന്നിട്ട് ഇതിൻ്റെ എല്ലാം കൂടെ കൂടേണ്ടതാണ് ഞാൻ അതൊന്നും ചെയ്യാതെ ഫോണും പിടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താവും എന്ന് അറിയത്തില്ല, പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ കോൾ എടുക്കാം, ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമില്ല, താൻ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവിടുന്ന് പറഞ്ഞു വിടുവാണേ. അത് കഴിഞ്ഞ് അനിയെ കാണിക്കുന്നുണ്ട്. അനിയും അവന്തിക്ക് മേടിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാകും. അതിനുശേഷം പിന്നെയും വിളിക്കുന്നുണ്ട് നന്ദുവിനെ. അന്നേരവും നന്ദുവിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ആകെ വിഷമത്തിലാണ് അനി. ഈ വിവരമൊന്നും നന്ദുവിനെ അറിയിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴേക്കും റൂമിലേക്ക് അവന്തിക വരും. എന്നിട്ട് ഹായ്, നല്ല രസമുണ്ട്, ഞാൻ എടുത്തു തന്ന ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട് അനിയേട്ടനെ എന്നൊക്കെ പറയുമ്പം അനി പറയും, നീ എടുത്തു തന്നിട്ട് നീ തന്നെ സൂപ്പറാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, വേറെ ആരെങ്കിലും സൂപ്പറാണെന്ന് പറയണ്ടേ, അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അനിയേട്ടന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഇങ്ങ് എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ടങ്ങ് പോവുകയാണ് അനിയുടെ. എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ മുന്നിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുവാണ്. അന്നേരം മുത്തശ്ശൻ, കൊള്ളാലോ, നല്ലതാ എന്ന് പറയുമ്പം ഞാൻ എടുത്തു കൊടുത്തതാണ് അനിയേട്ടൻ ഈ ഡ്രസ്സ് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയും, ഇന്നത്തെ ഫംഗ്ഷൻ ഇടാൻ പറ്റിയ ഡ്രസ്സാണ് എന്ന്. അന്നേരം അത് എനിക്കും തോന്നി എന്ന് അനി ഇങ്ങനെ വളിച്ചൊരു മുഖത്തോടു കൂടി പറയുന്നുണ്ട്. അന്നേരം അവന്തിക്ക് പറയും, അങ്ങനെ തോന്നിയെങ്കിലേ അത് തുറന്നങ്ങ് പറയണം, മനസ്സിൽ വെച്ചാൽ പോരാ എന്നും പറയുന്നു. അപ്പോഴത്തേക്കും ജാനകിയും റെഡിയായി വരും. എന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കും, അച്ഛൻ വരുന്നില്ലേ ഫംഗ്ഷന് എന്ന്. അന്നേക്കും മുത്തശ്ശൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുന്നു. ഞാൻ പലതവണ പറഞ്ഞതാണ് ഞാൻ വരുന്നില്ലെന്ന്, വീണ്ടും ചോദിക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നു. അന്നേക്കും ബാക്കി എല്ലാവരും വരുവേ. ജയനൊക്കെ റെഡിയായിട്ട് അങ്ങോട്ട് വരുന്നു. എന്നിട്ട് എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ഇറങ്ങിക്കോ എന്ന് പറയുന്നതിൻ്റെ കൂടെ മുത്തശ്ശൻ പറയുവാണ്, അവിടെ പോയിട്ട് പലരും ഈ ഫംഗ്ഷൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടാവും, അതൊന്നും കൊണ്ടുവന്ന് എന്നെ കാണിക്കാൻ നിൽക്കണ്ട, എനിക്കതിന് ഇഷ്ടവുമില്ല താല്പര്യവുമില്ല എന്നിങ്ങനെ പറയുന്നു. അന്നേക്കും അവരാകെ വിഷമിച്ച് എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അവരങ്ങ് ഇറങ്ങി പോവാണ്. അന്നേരം മുത്തശ്ശി മനസ്സിൽ ഓർക്കുക, ബിസിനസ് മാത്രമല്ല നന്നായിട്ട് അഭിനയവും വഴങ്ങുന്നുണ്ടല്ലോ എന്ന്. എന്തായാലും പോകുന്നതിന് മുമ്പ് മുത്തശ്ശനെ ഒന്ന് തിരിഞ്ഞു നോക്കി ചിരിച്ച് കാണിക്കും. ഡണ്ണും കാണിച്ചാണ് മുത്തശ്ശൻ വിടുന്നത്. അവർ പോയതിന് ശേഷം മുത്തശ്ശൻ പൂജാമുറി കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. നയനിക്കും ആദർശനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. ഈ സമയം അവിടെ ജലജയും അഭിയും നവ്യും ഉണ്ടായിരുന്നു. അവർ ഫംഗ്ഷന് പോയിട്ടില്ലായിരുന്നു. ജലജ പറയുവാണ്, എല്ലാവരും കൂടെ പോയി അങ്ങ് ആഘോഷിച്ച് വരട്ടെ എന്ന്. അന്നേരം നവ്യ പറയും, പോയി ആഘോഷിച്ചിട്ട് വരട്ടെ, ഏതായാലും നമ്മൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്, ഇനിയിപ്പം എന്ത് ആഘോഷിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നു. അന്നേരം അഭി പറയുന്നുണ്ട്, ഇവരുടെ ഈ ആഘോഷങ്ങൾക്ക് ഇടയ്ക്ക് എനിക്കിട്ട് ഇനിയും പാര് വയ്ക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, അതുകൊണ്ട് അടുത്ത ഗൂഢാലോചന നടത്തും എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, എന്ത് ഗൂഢാലോചന നടത്തിയാലും ഞാൻ ഇനി അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. അന്നേരം അഭി പറയുവാണ്, എനിക്ക് വേറൊരു പേടിയുള്ളത് നന്ദുവിനെയാണ്, അവൾ ഇനി എന്നെ ഏതെങ്കിലും കള്ളക്കേസിൽ പെടുത്തിയാലോ എന്ന് ചോദിക്കുമ്പം നവ്യ പറയുന്നുണ്ട്, അതും ഇനി നടക്കുന്ന കാര്യമൊന്നുമല്ല, നിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ ഇപ്പം ഡേവിഡ് സാറാണ് ഉള്ളത്, അതുകൊണ്ട് സാറ് നിന്നെ അങ്ങനെ ജയിലിൽ ഇട്ടേക്കാനൊന്നും സമ്മതിക്കത്തില്ല, എങ്ങനെയെങ്കിലും ഇറക്കിക്കൊണ്ട് വരും, അതുകൊണ്ട് അവളുടെ ആ പരിപാടി നടക്കുകയില്ല എന്ന് പറയുമ്പം അഭി പറയുവാണ്, എനിക്ക് എങ്ങനെയെങ്കിലും AN ജ്വല്ലറിയുടെ മാനേജരാകണം, എന്നിട്ട് വേണം ഇവിടെയുള്ളവരുടെ മുമ്പിലൊന്ന് നേരാവണ്ണം തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ എന്നൊക്കെ ഇങ്ങനെ
ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അത് കേട്ടോണ്ട് മുത്തശ്ശൻ വരുന്നുണ്ട്. മുത്തശ്ശനെ കാണുന്നത് എല്ലാവരുടെയും മുഖം അങ്ങ് മങ്ങും. എന്നാലും ജലജ അതിൻ്റെ ഇടയ്ക്കൂടെ മുത്തശ്ശനോട് പറയുക, ഏതായാലും അച്ഛനെ തന്നെയാക്കി അമ്മയും കൂടെ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു, അത് ചെയ്തത് ശരിയായില്ല എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞാൻ ആരെയും ഒരു കാര്യത്തിനും നിർബന്ധിക്കാറില്ല. അയാൾക്ക് ആദർശനോടും നയനിയോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല, അതുകൊണ്ട് അയാൾ പോയി. അതിൻ്റെ അകത്ത് ഇപ്പം എന്താ തെറ്റ്? ഞാൻ ഇവിടുന്ന് പോകരുതെന്ന് ആരോടും പറഞ്ഞില്ലല്ലോ. ആർക്ക് വേണമെങ്കിലും പോകാം, ആർക്ക് വേണമെങ്കിലും അവനവൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ആരെയും നിയന്ത്രിക്കാനൊന്നും വരുന്നില്ല എന്ന് പറയുന്നു. അന്നേരം അഭി ചോദിക്കും, മുത്തശ്ശന് അങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകാത്തതിൽ വിഷമമുണ്ടോ എന്ന്. അന്നേരം മുത്തശ്ശൻ, അങ്ങനെ വിഷമമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. ഇല്ലല്ലോ, പിന്നെ ഇതിനെ നീ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കും. അന്നേക്കും ജലജ, അച്ഛാ ഇവൻ എൻ ജ്വല്ലറിയുടെ മാനേജറായിട്ട് ജോലി കിട്ടിയല്ലോ, അപ്പോൾ അങ്ങനൊരു കാര്യത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു പൂജ നടത്തണ്ടേ? ബാക്കി എല്ലാ ചടങ്ങുകൾക്കും ഇവിടെ പൂജയൊക്കെ നടത്താറുണ്ടല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും, അങ്ങനൊരു കാര്യം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, നിങ്ങൾ ചെയ്തോ. പിന്നെ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, പൂജാമുറി പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പാര വയ്ക്കുന്ന രീതിയിലായിരിക്കരുത് പ്രാർത്ഥിക്കുന്നത്. അവനവൻ ചെയ്യുന്നതിൻ്റെ ഫലമല്ല അവനവന് തിരിച്ചു കിട്ടും എന്നുള്ള ചിന്തയോട് കൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറയുമ്പം നവ്യ പറയുവാണ്, ഏതായാലും ഇവൻ ചെയ്തതിനേക്കാൾ കൂടുതൽ തെറ്റ് മുത്തശ്ശൻ്റെ കൊച്ചുമോൻ ചെയ്തിട്ടുണ്ട്, ആദർശ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും ഓരോരുത്തരും എന്താണ് ചെയ്യുന്നതെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. എല്ലാവരും ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി, എന്തൊക്കെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഫലം അതിൻ്റെ 3 ഇരട്ടിയായിട്ട് തിരിച്ചു വരും. അന്നേരം ഇതൊക്കെ തന്നെ പറയണമെന്ന്. എന്നിട്ട് നവ്യോടായിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഇവനെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നീട് കരയേണ്ടി വരും, അതൊന്ന് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ജലജ, ഓ കിളവൻ്റെ വായിൽ നിന്ന് നല്ലതൊന്നും പുറത്തേക്ക് വരികയില്ല എന്ന് പറയുമ്പം അഭി പറയുവാണ്, ഞാൻ എൻ ജ്വല്ലറിയുടെ മാനേജറാകുന്നത് ആർക്കും ഇഷ്ടമല്ലമ്മേ, അതിൻ്റെയാ ഈ കാണിക്കുന്നത് എന്ന്. അന്നേരം ജലജ പറയുന്നുണ്ട്, ഏതായാലും ആദർശ ചെയ്തതിൻ്റെ ഫലമായി ഇപ്പം ഇവിടെയുള്ളവരൊക്കെ അനുഭവിക്കുന്നത്. മൂർത്തി ജ്വല്ലറി ഓരോ ദിവസം താഴോട്ടല്ലേ വരുന്നത്, അത് ഏതായാലും നന്നായി എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അയാൾ ചെയ്തതിൻ്റെ ഫലമാണ് അയാൾ അനുഭവിക്കുന്നത്, ചെയ്ത തെറ്റൊക്കെ എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയല്ലായിരുന്നോ അവൻ എന്നൊക്കെ പറയുമ്പം നവിയുടെ മുഖം ഒന്ന് മാറി വരുന്നുണ്ട്. നവിക്ക് എല്ലാ സത്യങ്ങളും അറിയാം കേട്ടോ, അത് തന്നെയാണ് കാരണം. അത് നവ്യ പുറത്തേക്ക് അങ്ങ് ഡയറക്റ്റ് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് കനകേനെയും കുറ്റം പറയുന്നുണ്ട്, ഇതുപോലൊരു അമ്മ ഞങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല, നിൻ്റെ ജീവിതം തകർക്കാനല്ലേ അവർ ശ്രമിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം തകർക്കാൻ അവർ ശ്രമിച്ചതോടുകൂടി അങ്ങനെ ഒരു അച്ഛനും അമ്മയും ഇല്ല എന്ന് ഞാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നും നവ്യ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നന്ദുവും ഗോവിന്ദനും കൂടെ വീട്ടിലോട്ട് വരുന്നതാണ്. അന്തിക്ക് നയന ഓടി വന്ന് സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. തൊട്ട് പുറകെ തന്നെ അനന്തപുരി എന്നുള്ളവരും വരുന്നു. അവരെല്ലാം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം അനിയുടെ ഡ്രസ്സ് കാണുന്നതേ നന്ദുവിൻ്റെ മുഖം അങ്ങ് മങ്ങുവേ. അനി ഇങ്ങനെ ആകെ ചമ്പി നിൽക്കുവാണ്, എന്ത് ചെയ്യും ഇനി, എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയില്ലല്ലോ. എന്തായാലും എല്ലാവരും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു, വിശേഷം പറയുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പം ദേഷ്യം വന്നിട്ട് നന്ദു അകത്തേക്ക് കയറിപ്പോവും. അത് കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി പോകുമ്പോഴും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് അനി അവിടെ. അന്നേരം അനാമിക ചോദിക്കും, എന്നതാ ഈ ചിന്തിച്ച് നിൽക്കുന്നത്, ഇവിടെ വന്നപ്പോൾ എന്നെ ഒരു മൂഡ് ഓഫ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അനിയും അകത്തോട്ട് കയറി വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നയനെ അകത്ത് റെഡിയാക്കുവാണ്, ലിപ്സ്റ്റിക്കൊക്കെ ഒന്നുകൂടി ഒന്ന് ഇട്ട് ഒന്ന് റെഡിയാക്കുവാണ് ദേവയാനി. മുഖത്ത് ആവശ്യത്തിലധികം പൊട്ടിയുണ്ട്, അതിൻ്റെ കൂടെ പിന്നെയും ഓരോന്നൊക്കെ തേച്ച് വയ്ക്കുന്നുണ്ട്. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദു അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അന്നേരം ദേവേനെ ചോദിക്കുമ്പോൾ എന്താ നന്ദു ആകെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പം നയന പറയും, അവളിപ്പോൾ വലിയ പോലീസ് ഓഫീസറല്ലേ, അതിൻ്റെ ഗൗരവം കാണിക്കുന്നതാണ് എന്ന് പറയും. അന്നേരം ഞാനൊരു ഗൗരവം കാണിച്ചൊന്നുമില്ല, ഏതായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, ആൻറ്റി പൊയ്ക്കോ എന്ന് പറയും. അത് കഴിഞ്ഞ് നന്ദു ഓരോന്നൊക്കെ നയനയുടെ മുഖത്ത് മേക്കപ്പ് ചെയ്യുവാണ്. അന്നേരം അതിനിടയ്ക്ക് നയന പറയുവാണ്, അതേ നീ ഇങ്ങോട്ട് വന്നതൊക്കെ ശരിയാണ്, അനിയുണ്ട്, ആ കാര്യം മറന്നു പോകരുത്. ഇതിനിടയ്ക്ക് നിങ്ങൾ തമ്മിൽ സംസാരിക്കാനും പരിചയപ്പെടാനും ഒന്നും നിൽക്കണ്ട, അത് വലിയ പ്രശ്നമാകും. കാരണം അനിയുടെ അമ്മയും നമ്മുടെ അമ്മയൊക്കെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വരും നന്ദുവിന്. എനിക്ക് ഒന്നാമത് മൂഡ് ഓഫ് ആയിട്ടിരിക്കുവാണ്, അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ വരികയില്ലായിരുന്നല്ലോ എന്ന് പറയും. അന്നേരം വന്നില്ലായിരുന്നു ഞാൻ കാണിച്ചു തരായിരുന്നു എന്ന് പറയുമ്പം ഇത് രണ്ടും കൂടെ പറയരുത്, ഇത് പോകുന്ന വഴിക്ക് അച്ഛനും ഇത് തന്നെ പറഞ്ഞു, ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ എടി നിൻ്റെ മനസ്സ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ആകണ്ടല്ലോ, അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് നീ ഈ സാരി സ്വന്തമായിട്ട് എടുത്തതാണോ എന്ന് ചോദിക്കും. നന്ദു കൊടുത്തേക്കുന്ന സാരി. അന്നേരം അതെ, വേറെ ആരും മേടിച്ച് തരാനാ എന്ന് ചോദിക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്ര നല്ലതൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയും. അന്നേരം ഞാൻ എനിക്ക് അതെന്താ അത്ര നല്ലതല്ലാത്ത ഡ്രസ്സാണ് നീ എടുത്തതെന്ന് ചോദിക്കുമ്പോൾ കൈ കിട്ടിയപ്പോൾ നല്ലതാണെന്നൊക്കെ തോന്നിയായിരുന്നു, അത് കഴിഞ്ഞ് ഉടുത്തപ്പോൾ എനിക്ക് അത്ര ഭംഗിയൊന്നും തോന്നിയില്ല എന്നിങ്ങനെ പറയുവാണേ. അനിയോടുള്ള ആ ഈർഷ്യയും ദേഷ്യമൊക്കെയാണ് ആ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് നന്ദു തന്നെ ഓർക്കുന്നുണ്ട്, ഞാൻ കൊടുത്ത ഡ്രസ്സാണ് അനി ഇട്ടുകൊണ്ട് വന്നിരുന്നത് എങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം വന്നേനെ, പക്ഷേ എനിക്കിപ്പോൾ വലിയ സന്തോഷം
സന്തോഷമൊന്നും വരുന്നില്ല എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് നന്ദു. പിന്നെ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട്. ഇതുവരെ വീഡിയോ കോൾ വരാത്തതിൻ്റെ അസ്വസ്ഥതയോട് കൂടിയിരിക്കുന്ന മുത്തശ്ശൻ്റെ അടുത്തേക്ക് ജലജ വരുന്നു. എന്നിട്ട് മുത്തശ്ശിയെക്കുറിച്ച് കുറേ കുറ്റം പറയുക. അച്ഛൻ എന്നാലും ഇട്ടിട്ട് പോയല്ലോ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, നിൻ്റെ മനസ്സെന്താണെന്നും ഈ വീട്ടിലുള്ള ഓരോരുത്തരും എങ്ങനെ ചിന്തിക്കുന്നതെന്നും എനിക്കറിയാം, അതുകൊണ്ട് നീ എന്നെ കൂടുതൽ ഇങ്ങോട്ട് പറഞ്ഞ് പഠിപ്പിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെടുവാണേ. അന്നേരം ജലജയ്ക്ക് പിന്നെ ദേഷ്യമാവുക. ഓ കിളവൻ ആകെ അസ്വസ്ഥതയാണ്, എന്നിട്ടും എൻ്റെ തല കയറാനാണ് വരുന്നത് എന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് അവിടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.